ക്രിസ്തുമതത്തിലെ കന്യാസ്ത്രീകൾ എന്തോ ഒരു പ്രത്യേക ജനുസ്സാണെന്നും അവരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടാവാൻ പാടില്ല എന്നും അലിഖിതമായ ഒരു നിയമമുള്ളതുപോലെയാണ് കേരളത്തിലിപ്പോൾ ഭൂരിഭാഗം പേരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം ഛത്തീസ്ഗഡിൽ ദുർഗ് എന്ന സ്ഥലത്ത് നടന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും ദുർഗ് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് ട്രെയിൻസ് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഏകദേശം ഇന്ത്യയുടെ മധ്യഭാഗത്ത് ഉള്ള ഒരു സ്ഥലമാണ് ദുർഗ്. സാമാന്യം വലിയൊരു ടൗണാണ് കേട്ടോ. അത് വളരെ റിമോട്ടായ ഒരു വില്ലേജാണ് എന്നൊന്നും ആരും ധരിക്കരുത്. ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് 2 കന്യാസ്ത്രീകളെ 3 പെൺകുട്ടികളോടൊപ്പം അതിൻ്റെ കൂടെ ഒരു പുരുഷനുമുണ്ട്. അയാളുടെ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇവരെ സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നു. ബജറംഗ് ദളിൻ്റെ രവി നിഗം എന്ന ആൾ ചോദിക്കുന്നു, നിങ്ങളെവിടെ പോകുന്നു, എന്താ കാര്യം? ഇവരുടെ ഉത്തരങ്ങൾ അങ്ങ് ഒക്കുന്നില്ല. ആഗ്രയിൽ പോകുന്നു, നഴ്സിംഗ് പഠിപ്പിക്കാൻ പോകുന്നു, നഴ്സിംഗ് ജോലിക്ക് പോകുന്നു. അപ്പോൾ ഈ കൊച്ചുകുട്ടികളെയും കൊണ്ടോ? അല്ല, കൊച്ചല്ല, ഇവർക്ക് ഇയാൾക്ക് 18 വയസ്സുണ്ട്, മറ്റേ ആൾക്ക് 20 ഉണ്ട്, 22 ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ മാറി മാറി പറയുന്നു. ഈ മനുഷ്യൻ നാരായൺപൂർ എന്ന സ്ഥലത്ത്, അവിടെ നിന്നാണ് ഈ പെൺകുട്ടികൾ വരുന്നതെന്ന് പറയുന്നു. അവരുടെ അച്ഛനമ്മമാരെ വിളിച്ച് ചോദിക്കുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടോ? അപ്പോൾ അവർ പറയുന്നു, ഉണ്ട്, നിങ്ങളിവിടെ വരണം എന്ന് പറയുന്നു. അവർ വരുന്നു. എന്നിട്ട് അവരെഴുതി കൊടുക്കുന്നു, പെൺകുട്ടികൾ സ്വമേധയാ ഇറങ്ങിപ്പോയതാണ് എന്ന് എഴുതി കൊടുക്കുന്നു. മൈനർ പെൺകുട്ടികൾ സ്വമേധയാ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെ വാക്ക് തർക്കമാകുന്നു. അതിനിടയ്ക്ക് അടിപിടിയും ഉണ്ടായി എന്നൊക്കെ പറയുന്നു. നമ്മുടെ ഇവിടെ കേരളത്തിലെ പോലെയല്ല, വ്യക്തവും ശക്തവും ഓർഗനൈസ്ഡുമായ മതപരിവർത്തനം ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ തുടങ്ങിയ സ്ഥലങ്ങൾ. ഒറീസ മുഖ്യമന്ത്രി ഹിന്ദു ഗ്രൂപ്പുകളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. ഒറീസ മുഖ്യമന്ത്രി മോഹൻ മാഞ്ചി അദ്ദേഹം ഹിന്ദു ഗ്രൂപ്പുകളോട് പറഞ്ഞു, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എന്നെ അറിയിക്കുക. ഒരു ഫോൺ നമ്പറും കൊടുത്തു. ഈ ഫോൺ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ചു പറയുക. നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ അത്രയ്ക്ക് വോളട്ടൈലായ സിറ്റുവേഷനാണ് അവിടെ, ഏരിയയാണ് അവിടെ. അല്ലാതെ 2 കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ അന്ന് ഇവരെ ആക്രമിച്ചു കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതൊന്നുമല്ല. വ്യക്തമായ സംശയത്തോടു കൂടിയാണ്. പിന്നെ പോലീസ് വരുന്നു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തത് പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ്, ഇങ്ങനെ 2 കന്യാസ്ത്രീകൾ. ഇവരുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ സുഖ്മാൻ മാണ്ഡവി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. രവി നിഗം എന്ന ബജറംഗ് ദൾ പ്രവർത്തകൻ്റെ പരാതിയിലാണ് അറസ്റ്റും നടപടിയുമെല്ലാം. 3 വനവാസി പെൺകുട്ടികളാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവരെ കോടതി സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ, അത് സർക്കാരിൻ്റെ എന്തോ ഇതുപോലത്തെ കുട്ടികളെ താമസിപ്പിക്കുന്ന സെൻറ്ററാണ്. കോടതി കേസിലൊക്കെ പെട്ടുപോയ കുട്ടികളുണ്ടല്ലോ, അവരെ താമസിപ്പിക്കുന്ന സെൻറ്ററാണ് ദുർഗിലെ സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ. അവിടെ കോടതിയുടെ മേൽനോട്ടത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരെ മാതാപിതാക്കൾ വന്ന് മറ്റ് ഫോർമാലിറ്റീസൊക്കെ തീരുമ്പോൾ അവരുടെ കൂടെ വിടുന്നാണ് ഇപ്പോൾ വന്ന വാർത്ത. ഞാൻ ഈ വാർത്തയുടെ ബേസിസിലാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. മലയാളം ചാനലുകൾ കാണിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഇവരുടെ പേരിൽ ചാർത്തപ്പെട്ട കുറ്റം എന്തൊക്കെയാണ് അത് ഞാൻ വായിക്കാം. BNSൻ്റെ, ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 143 ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണത്. നമുക്ക് ഇപ്പോൾ ഒരു 10 പിള്ളേരെ പല പണിക്കായിട്ട് വേണം. ഇവിടെ ഒന്നും പിള്ളേരെ കിട്ടുന്നില്ല. നമ്മൾ തമിഴ്നാട്ടിൽ പോകുന്നു, കുറേ പിള്ളേരെ പെറുക്കി അവരുടെ അച്ഛനമ്മമാരോടൊക്കെ പറഞ്ഞ് കൺസെൻറ്റ് എന്നൊക്കെ പറഞ്ഞൊരു കള്ളാസിലൊക്കെ ഒപ്പിട്ടിട്ട് ഒരു ടെമ്പോയിൽ കയറ്റി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒന്നുകിൽ തമിഴ്നാട് പോലീസ് പിടിക്കും, അല്ലെങ്കിൽ കേരള പോലീസ് പിടിക്കും. ഇതാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. പല ആവശ്യങ്ങൾക്കായിട്ട് പ്രായപൂർത്തി ആയവരെയോ ആകാത്തവരെയോ കൂട്ടമായിട്ട് തട്ടിക്കൊണ്ടു പോവുക, എന്നിട്ട്
പല വശത്തേക്ക് പല ആവശ്യത്തിന് ഉപയോഗിക്കുക, വിദേശത്തേക്ക് കടത്തുക, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഉപയോഗിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. അങ്ങനെയാണ് ഈ വകുപ്പ് വരുന്നത് തന്നെ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ള വകുപ്പ്. പ്രായണ പുതിയ വകുപ്പാണ്. പഴയ ഇന്ത്യൻ പീനൽ കോഡിലൊന്നും ഇത് കാണാൻ പറ്റില്ല. കാരണം അന്ന് ഈ ഒരു ക്രൈമില്ല. പിന്നെ ഇട്ടിരിക്കുന്നത് ഫ്രീഡം ഓഫ് റിലിജിയൻ ആക്ട് 1968, 1968 പാസ്സായ ആക്ടിൻ്റെ സെക്ഷൻ 4. അത് അൺലോഫുൾ റിലിജിയസ് കൺവേർഷനെ കുറ്റകരമാക്കുന്ന വകുപ്പാണ്. 10 വർഷം വരെ തടവ് കിട്ടാം. ഹ്യൂമൻ ട്രാഫിക്കിനും 10 വർഷം വരെ തടവ് കിട്ടാം. ഇത് കൂടാതെ ഇമ്മോറൽ ട്രാഫിക് ആക്ടിൻ്റെ സെക്ഷൻ 3, ഇമ്മോറൽ ട്രാഫിക് ആക്ട് 1956, എത്ര പഴയതാണെന്ന് ആലോചിക്കണം. ഇമ്മോറൽ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങൾ. ഇമ്മോറൽ ട്രാഫിക് അറിയാലോ. അതിൽ നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് വ്യഭിചാരം കുറ്റകരമാണെന്നാണ്. അല്ല, വ്യഭിചാരം കുറ്റമല്ല. പൈസ വാങ്ങിച്ചുകൊണ്ട് ഒരു സ്ത്രീ വ്യഭിചരിച്ചാൽ പോലും അത് കുറ്റമല്ല. വ്യഭിചാരം ഒരു ബിസിനസ്സാക്കുന്നതാണ് കുറ്റം. ഇപ്പോൾ ഒരു വേശ്യാലയം നടത്തുക, ആ നടത്തിപ്പുകാരൻ കുറ്റക്കാരനാകും. ആ വേശ്യാലയത്തിൽ വരുമാനത്തിന് വേണ്ടി ഈ ജോലി ചെയ്യുന്ന വേശ്യ കുറ്റക്കാരി അല്ല. പല സിനിമയിലും നോവലിലും കഥയിലും ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മുടെ വിചാരം അവരെന്തോ വലിയ കുറ്റക്കാരാണെന്നാണ്. അല്ല, അവർ കുറ്റക്കാരല്ല. പോലീസുകാരവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകാറുണ്ട്. അവർ നിസ്സഹായരാണ്, എന്ത് ചെയ്യും, കയറടി വണ്ടിയിൽ എന്നൊക്കെ പറയുമ്പോൾ അവർ കയറും. വേശ്യാലയം നടത്തിപ്പാണ് കുറ്റകരം. വേശ്യാവൃത്തി കുറ്റകരമല്ല. പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടുള്ള സെക്സ് കുറ്റകരമല്ല. അതൊരു തൊഴിലാണ്, നിവൃത്തികേട് കൊണ്ടുള്ള തൊഴിലാണ്. മോറൽ ഒഫൻസാണ് നിങ്ങൾക്ക് പറയാം, ബട്ട് ലീഗൽ ഒഫൻസ് അല്ല അത്. അപ്പോൾ ഇതിൽ ഇമ്മോറൽ ട്രാഫിക് ആക്ടിലെ സെക്ഷൻ 3, കീപ്പിംഗ് ഓർ റണ്ണിങ് എ ബ്രോത്തൽ, വേശ്യാലയം നടത്തുക, ഈ വകുപ്പ് കന്യാസ്ത്രീമാരുടെ പേരിൽ ചുമത്തിയിട്ടുണ്ട് എന്ന് എത്ര ചാനലുകൾ നിങ്ങളോട് പറഞ്ഞു? ഈ ചുമത്തിയത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം. ചുമത്തിയിട്ടുണ്ട് എന്ന് പറയണ്ടേ? ഇങ്ങനെ ഒരു ഹീനമായ കുറ്റകൃത്യം പറഞ്ഞില്ല. അതുകൂടാതെ ഇമ്മോറൽ ട്രാഫിക് ആക്ടിൻ്റെ തന്നെ സെക്ഷൻ 5, വ്യഭിചാരത്തിലേക്ക് നയിക്കുക, പ്രലോഭിപ്പിക്കുക, ഇൻഡ്യൂസിങ് ഇൻ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ. പ്രതിഫലം കിട്ടും, നല്ല കാശൊക്കെ കിട്ടും, എടി നല്ല വരുമാനം കിട്ടും, നിനക്കിപ്പോൾ എന്ത് നടക്കുക, ഒന്ന് ഡെറ്റോളിറ്റ് കുളിച്ചാൽ തീർന്നില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് കൊണ്ടുവരിക. അപ്പോൾ വേശ്യാലയം നടത്തുക, വേശ്യാവൃത്തിക്ക് പ്രോത്സാഹിപ്പിക്കുക, ഈ 2 കുറ്റങ്ങളും ഈ പറഞ്ഞ 2 കന്യാസ്ത്രീമാരുടെ പേരിലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സുഖ്മാൻ മാണ്ഡവി എന്ന പുരുഷൻ്റെ പേരിലും എടുത്തിട്ടുണ്ട് കേസ്. കേസെടുത്തു, ഇവരെ കോടതിയിൽ ഹാജരാക്കി, കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. ഞാൻ ഈ ദുർഗ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ദുർഗിൽ ഒരുപാട് സെഷൻസ് ജഡ്ജിമാർ, മജിസ്ട്രേറ്റുമാരൊക്കെ ഉണ്ട്. ഇതിലേത് മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഇവരെ ഹാജരാക്കിയതെന്ന് ഒരു ചാനലും ഒരു പത്രവും ഒരു സ്ഥലത്തും ആ ഡാറ്റ കിട്ടുന്നില്ല. ഞാൻ ഈ ഗ്രോക്ക്, ജെമിനി, ചാറ്റ് GPT തുടങ്ങിയവരോട് ചോദിച്ചു നോക്കി, അവർക്കും അറിയില്ല. ഞാൻ നെറ്റിൽ മുഴുവൻ പരതി നോക്കി. ഏകദേശം ദുർഗ് ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോംപ്ലക്സിലെ ജഡ്ജിമാരുടെ പേരും സംഗതിയൊക്കെ എടുത്ത് നോക്കി. അവരുടെയൊക്കെ ജഡ്ജ്മെൻറ്റൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഒരു 2022 വരെയുള്ള കേസുകളുടെ ജഡ്ജ്മെൻറ്റാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതായിട്ട് കാണപ്പെടുന്നത്. ഞാൻ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പാരാവാരത്തിനിടയ്ക്ക് അത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ 1-2 ദിവസം എടുക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ദുർഗ് എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു വക്കീലുണ്ടാവണം. അയാൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ കോപ്പി കിട്ടുമായിരിക്കും. ഏതായാലും റിമാൻഡ് റിപ്പോർട്ടും ഇല്ല. ഇന്നിപ്പോൾ അവരുടെ ജാമ്യാപേക്ഷ തള്ളി. അപേക്ഷയിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. അപേക്ഷ തള്ളിയത് എന്തിനാണെന്നും ആർക്കും അറിയില്ല, ആരും പറയുന്നുമില്ല. ജാമ്യാപേക്ഷ തള്ളി എന്ന് പറയുന്നുണ്ട്. അവരുടെ വക്കീലിനെ കാണിച്ചു, അവരൊരു മലയാളിയാണ്. അവർ പറഞ്ഞു ലോവർ കോർട്ടിൽ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതിയിൽ തള്ളി, ഇനിയിപ്പോൾ സെഷൻസ് കോടതിയിൽ പോകണം, അത് നാളെ അത് ഡ്രാഫ്റ്റൊക്കെ ചെയ്ത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. നാളെ അത് ഡ്രാഫ്റ്റ് ചെയ്ത് ശരിയാക്കി ഒരുപക്ഷെ നാളെയോ മറ്റന്നാളെയോ ആയിരിക്കും സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്യുന്നത്.
സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു എന്ന് വരാം, കൊടുത്തില്ലെന്നും വരാം. ഈ കൊടുക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഇത് ഇഷ്യൂ ആക്കിയല്ല, വലിയ അഖിലേന്ത്യാ തലത്തിൽ ഇഷ്യൂ ആക്കി, പാർലമെൻറ്റിൽ പ്രശ്നമാക്കി. ദുർഗ് ജയിലിന് മുമ്പിൽ ഇവരെല്ലാം കൂടെ നമ്മളുടെ ബെന്നി ബെഹനാൻ, നമ്മളുടെ പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, ഹൈബി ഈഡൻ, എ റഹീം, വൃന്ദ കാരാട്ട് എല്ലാവരും കൂടെ പറന്നങ്ങോട്ട് ഇറങ്ങി അവിടെ കിടന്ന് വലിയ ഷോയൊക്കെ കഴിച്ചു. ജയിലർമാർ പറഞ്ഞു 3 മണി കഴിഞ്ഞാൽ ആരെയും അകത്തേക്ക് വിടുകയില്ല. ഇല്ല, ഞങ്ങൾക്കിപ്പോൾ ഈ കന്യാസ്ത്രീകളെ കാണണം, ഞങ്ങളുടെ പ്രാണനാണ് ഇവർ എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല, നാളെ നേരം വെളുത്തിട്ട് വാ, അല്ല ഇവിടെ ഈ സർക്കസ് കാണിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൽ നിന്നുള്ള സകല MP-മാരും MLA-മാരും ഒക്കെ അങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഛത്തീസ്ഗഡിൽ എൻ്റെ അറിവിൽ 30 മറ്റോ MLA-മാരുണ്ട് കോൺഗ്രസ്സിന്. ഛത്തീസ്ഗഡ് നിയമസഭയിൽ ഒരു MLA കാണണമല്ലോ, ഇല്ല. ഒരു MLA-യോട് ഇവർ ഇൻ്റർവ്യൂ ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യണമല്ലോ, മലയാള മാധ്യമങ്ങൾ ഇല്ല. മലയാള മാധ്യമങ്ങൾ അവിടെ പോയിട്ട് ബെന്നി ബെഹനാനോട് ചോദ്യം ചോദിക്കുന്നു. എന്നാൽ അതിവിടെ വെച്ച് ചോദിച്ചാൽ പോരെ, അല്ലെ ഡൽഹി വെച്ച് ചോദിച്ചാൽ പോരെ. ഈ ചോദ്യം ചോദിക്കാനായിട്ട് ഇവരെല്ലാം കൂടെ ദുർഗിലേക്ക് വെച്ച് പിടിക്കുന്നത് എന്താ? എന്നാൽ ദുർഗിൽ പോയ സ്ഥിതിക്ക് ഈ ജാമ്യാപേക്ഷ തള്ളിയതിൻ്റെ ഉത്തരവ്, ഇവരുടെ റിമാൻഡ് റിപ്പോർട്ട്, ഇതൊക്കെ ഒന്ന് സംഘടിപ്പിക്കേണ്ട. അതല്ലേ പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. കോടതിയിൽ എന്ത് നടന്നു എന്നറിയേണ്ട. ബേസിക്കലി കോടതിയാണല്ലോ ഇത് തീരുമാനിക്കുന്നത്. ഇത്രയും ബഹളം നടന്ന സ്ഥിതിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാനാണ് സാധ്യത. കാരണം പ്രോസിക്യൂഷൻ്റെ ജോലി വളരെ എളുപ്പമാണ്. യുവർ ഓണർ, ഈ പ്രതികൾ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ്. ഇവരെ വിട്ടുകഴിഞ്ഞാൽ ഇവരെ സംരക്ഷിക്കാനായിട്ട് ജാതി മത വർണ്ണ വർഗ പാർട്ടി വ്യത്യാസമില്ലാതെ വമ്പന്മാരായ MP-മാരും പാർട്ടി നേതാക്കന്മാരും ഒക്കെ ജയിലിന് പുറത്ത് കാത്തിരിക്കുന്നു. ഇവരുടെ കയ്യിലേക്ക് ജാമ്യം എന്നും പറഞ്ഞ് ഇവരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരെ പൊടി കാണില്ല. ഇവർ ആയിരക്കണക്കിന് ദൂരെ ഉള്ള കേരളത്തിലേക്ക് ഇവരെ കടത്തും, അവിടെ നിന്ന് ഫോറിനിൽ കടത്തും. ഇവർക്ക് വത്തിക്കാനുമായിട്ട് ബന്ധമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാദം അങ്ങ് നിർത്തും. ജാമ്യം നിഷേധിക്കപ്പെടും. ഞാനിത് അനുഭവം കൊണ്ട് പറയുകയാണ്. നിങ്ങൾക്ക് പഴയൊരു കഥ ഓർമ്മയുണ്ടല്ലോ, നമ്മളുടെ അബ്ദുൽ നാസർ മദനി കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്നു. കൂടെ ജാമ്യാപേക്ഷ കൊടുക്കും, ജാമ്യം കൊടുക്കില്ല. ഇതിനിടയ്ക്ക് മദനിക്ക് ആയുർവേദ ചികിത്സ വേണം എന്ന് മദനി ആവശ്യപ്പെട്ടു. ജയിലിൽ പറഞ്ഞു തനിക്ക് അസുഖമുണ്ട്, ഞങ്ങൾ ചികിത്സിക്കാം, ആയുർവേദം വേണം, യൂനാനി വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കില്ല. ജയിലിൽ ഡോക്ടറുണ്ട്, അദ്ദേഹം മരുന്ന് തരും, അത് കഴിക്കുക, ഭേദമാകും, അതിൽ കവിഞ്ഞ അസുഖമൊന്നും തനിക്കില്ല എന്ന് ജയിലർമാർ. ജയലളിത പറഞ്ഞു അത് മതി, ജയിലുമാർ പറയുന്നത് കേട്ടാൽ മതിയെന്നു. അവരാണ് മുഖ്യമന്ത്രി. കേരള അസംബ്ലിയിൽ ഒരു പ്രമേയം വന്നു. മദനിക്കിഷ്ടപ്പെട്ട ചികിത്സ കൊടുക്കണം എന്ന് യുനാനിമസ് ആയിട്ട് പ്രമേയം അവതരിപ്പിച്ചത് നമ്മളുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. വിധിയുടെ ഓരോ വൈപരീത്യങ്ങൾ നോക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരിപ്പിച്ചു. സ്പീക്കർ പോകെ 139 MLA-മാർ കൈപൊക്കി. അങ്ങനെ ആ പ്രമേയം പാസ്സായി. അത് ജയലളിതയ്ക്ക് അയച്ചു കൊടുത്തോ കൊടുത്തില്ലെന്ന് എനിക്കറിഞ്ഞുകൂടാ, അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അല്ലേ, തമിഴ്നാട് പോലീസിന് ഇത് തന്നെ തക്കമെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഈ വാർത്ത കോടതിയിൽ ഹാജരാക്കി. ബഹുമാനപ്പെട്ട കോടതി, ഇതാണ് പാർട്ടി, ഇയാൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇയാളെ സ്വീകരിക്കാൻ പ്രതിപക്ഷത്തെയും ഭരണകക്ഷിയിലെയും ചേർത്ത് 13 26 പാർട്ടിക്കാർ കേരളത്തിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇയാൾ കേരളത്തിൽ കാലുകുത്തേണ്ട താമസമുള്ളൂ. ഇയാൾ അപ്രത്യക്ഷ പിന്നെ വലിയ കോട്ടയ്ക്കുള്ളിലാകും. പിന്നെ ഇയാൾ തിരിച്ചു കിട്ടില്ല. കോടതിയും വിഷമിക്കും, ഞങ്ങളും വിഷമിക്കും. അന്യനാട്ടിലേക്ക് ഇയാൾ കടന്നാൽ കോടതി ജാമ്യം നിഷേധിച്ചു. ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി നിങ്ങൾ വല്ലാതെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കെതിരെ തന്നെ പ്രവർത്തിക്കപ്പെടും. ഇപ്പം നിങ്ങൾ നോക്കുന്ന നാളെ ചിലപ്പോൾ വത്തിക്കാൻ്റെ ഒരു പ്രതിഷേധ പ്രസ്താവന ഇറങ്ങും, വിച്ച് വിൽ ഗോ എഗൻസ്റ്റ് ദിസ് പുവർ ഗേൾസ്. നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കന്യാസ്ത്രീമാർക്ക് എതിരെ ആയിരിക്കും അത് ഉപയോഗപ്പെടുക. വത്തിക്കാൻ ഫോറിനിൽ നിന്ന് വരെ ഇവർക്ക് സഹായം കൊടുക്കും. ഒരു കാരണവശാലും ഇവരെ പുറത്തിറക്കരുത്. ഇറക്കിയാൽ ഇവർ സാക്ഷികളെ ഭീഷണിപ്പെടുത്തും, ഇവർ കടന്നുകളെ നോക്കും. പ്രാഥമികമായിട്ട് ഒരാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടതെന്ന് കോടതി തീരുമാനിക്കുന്നത് കോടതിയുടെ വിവേചനാധികാരമാണ്, ഡിസ്ക്രിഷനാണ്. പക്ഷേ ആ ഡിസ്ക്രിഷനും ഒരു റീസൺ ഉണ്ടാവണം. അല്ലാതെ ഇയാൾ അത്ര ശരിയല്ല അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല.
കാരണങ്ങൾ എഴുതണം. അപ്പോൾ കോടതിക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഒന്ന്, ജാമ്യം കൊടുത്താൽ ഇയാൾ മുങ്ങാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണ് ഈ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുക, ഈ ജില്ലയ്ക്ക് പുറത്തു പോകരുതെന്ന് പറയും. ഈ കണ്ടീഷനൊക്കെ വരുന്നത് ഇയാൾ മുങ്ങിക്കളയും എന്ന് പേടിയുള്ളതുകൊണ്ടാണ്. നമ്പർ 2, ഇയാൾ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമോ? സാക്ഷികളെ പോയിട്ട് എനിക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയണം, അല്ലെങ്കിൽ പളയ്ക്ക് കത്തികയറ്റി ഞാൻ. ഇതല്ല ഭീഷണി. ഭീഷണി പല രീതിയിലാണ്. സാക്ഷിക്ക് വേണ്ടിയിട്ട് വേറൊരാൾ വിളിക്കും. അല്ലാതെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോൾ ആ പ്രീതി മേരിയുടെയും വന്ദന ഫ്രാൻസിസിൻ്റെയൊക്കെ കേസിൽ നിങ്ങൾ സാക്ഷി പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും കേട്ടോ. ഈ ദുർഗിലിനിയും ജീവിക്കണ്ടേ? ഇതാണ് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന വിധം. ഈ കോൺവെർസേഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ദോഷം ആർക്കും തോന്നുകയുമില്ല. അപ്പോൾ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക. പിന്നെ തെളിവ് നശിപ്പിക്കുക. ഇവർ ആഗ്രയിൽ നിന്ന് വന്ന് ആഗ്രയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു, അതിൻ്റെ ടിക്കറ്റോ സംഗതി ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയുക. ഇവരുടെ യാത്രാരേഖകൾ, നാരായൺപൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ദുർഗിൽ വരെ എത്തിയ യാത്രാരേഖകളുണ്ടാകും, വഴിയിൽ കാപ്പി കുടിച്ചതിൻ്റെ ഉണ്ടാകും. അതെല്ലാം സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിച്ച് കളയുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കും. ബിക്കോസ് പ്രോസിക്യൂഷൻ പറയും ദേ ആർ ഹൈലി കണക്റ്റഡ് വിത്ത് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ എക്സെപ്റ്റ് BJP. The whole opposition, even Lok Sabha, they have raised this issue. So the accused are highly influential. അവരിങ്ങനെ ഇന്നസെൻ്റ് ആയിട്ട് കൂട്ടിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കേണ്ട. അവർക്ക് വേണ്ടി ബഹളം നടന്നതാ വീഡിയോ കോടതിയിൽ ഹാജരാക്കും, പത്ര റിപ്പോർട്ട് ഹാജരാക്കും, മുഖ്യമന്ത്രിയെ ആൾക്കാർ പോയി കാണുന്നു, ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, ചർച്ച ചെയ്യുന്നു, പിടിക്കുന്നത് ഭയങ്കര ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ കേസാണ്. ഇതിൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ കിട്ടില്ല കയ്യിൽ. ഓൺലി ദിസ് റീസൺ ഈസ് സഫീഷ്യൻറ്റ് ടു ഡിനൈ ബെയിൽ. സെഷൻസ് കോടതിയിലും ചിലപ്പോൾ ബെയിൽ കിട്ടിയില്ല എന്ന് വരും. ഓവർ പ്ലേ ചെയ്യരുത്. എനിക്ക് ക്രൈസ്തവ സഭയോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങളിൽ ചിലർക്ക് BJPയോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഹിന്ദുക്കളോടുള്ള വിരോധം ഇതൊക്കെ മനസ്സിലാകും. ബട്ട് ഐ എം ഗിവിങ് യു എ പ്രൊഫഷണൽ അഡ്വൈസ്, ഡോണ്ട് ഓവർ പ്ലേ ദിസ്. നിങ്ങളും അത്ര പുണ്യവാളന്മാരൊന്നുമല്ല. നിങ്ങളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് കന്യാസ്ത്രീമാർക്ക് എന്തോ കൊമ്പുണ്ട്, അവരുടെ പേരിൽ ക്രിമിനൽ കേസ് വരാൻ പാടില്ല. അങ്ങനെയല്ലല്ലോ. എത്രയോ കന്യാസ്ത്രീമാരുടെ പേരിൽ ക്രിമിനൽ കേസ് വന്നു. എത്രയോ പാതിരിമാർ അറസ്റ്റിലായി, പോക്സോ കേസിൽ അറസ്റ്റിലായി. സി, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ആൻ ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ആണ്. ഞങ്ങളെയൊക്കെ പോലെയാണ് നിങ്ങളും. നിങ്ങളൊരു വസ്ത്രം മാറി എന്ന് വിചാരിച്ചിട്ട് മനുഷ്യസഹജമായ നിങ്ങളുടെ സ്വഭാവങ്ങൾ മാറുന്നില്ല. ഒരു മനുഷ്യൻ ബ്രഹ്മചാരിയായിട്ടോ ബ്രഹ്മചാരിണിയായിട്ടോ നടക്കണമെങ്കിൽ അത് പ്രകൃതി വിരുദ്ധമായൊരു നടപ്പാണ്, ജീവിതമാണ്. ക്ഷുരസ്യധാര എന്ന് പറയും. വാൾത്തലപ്പിലൂടെ ഉള്ള നടത്തമാണത്. അത് പ്രകൃതി വിരുദ്ധമാണ്. മോശം അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പ്രകൃതി നമ്മളിലെല്ലാം പ്രോഗ്രാം ചെയ്ത് വികാരങ്ങളെ അടക്കി വെച്ചിട്ടാണ് ബ്രഹ്മചാരിയായിട്ടും ബ്രഹ്മചാരിണിയായിട്ടും ജീവിക്കുന്നത്. അതല്ലാതെ വെറുതെ ഒരു കാഷായ വസ്ത്രം ഉടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ കന്യാസ്ത്രീയുടെയോ വേഷം ധരിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ബ്രഹ്മചര്യമോ ബ്രഹ്മചാരിണിത്വമോ ഉണ്ടാവുന്നില്ല എന്നുള്ളതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്നാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസ്. സത്യമല്ലേ? ക്രൈസ്തവ സഭയിൽ, കത്തോലിക്ക സഭയിൽ നടക്കാത്തതായിട്ട് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിഫോർ ഹൈപ്പിംഗ് ഇറ്റ് മോർ ദാൻ റിക്വയർഡ്. അത് ചെയ്യുന്നതിലൂടെ കേരളത്തിൽ BJPയുടെ തള്ളിക്കയറ്റം ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ക്രിസ്ത്യാനികളെ കുറേയധികം LDFിലോ UDFിലോ ജനതാദളിലോ RSPയിലോ എങ്ങോട്ട് പോയാലും വേണ്ടില്ല മോദി എന്ന നരാധമനെ തടയുക. ശരി, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു ഗുഡ് വില്ലാണ്. നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ ഇവിടെ? ഒരു ബിഷപ്പ് പറയുകയാണ്, ഈ കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നിയമ നടപടിക്ക് വിധേയരാകണം. ഇതല്ലേ ഒരു ബിഷപ്പ് പറയേണ്ടത്? ഒരാളെങ്കിലും അത് പറയണമല്ലോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാൻ നാളെ ദുർഗയിലേക്ക് പോവുകയാണ്, നേരിട്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇത് ചെയ്യാതെ തൃശ്ശൂർ അതിരൂപത
ആ കുറേ കന്യാസ്ത്രീമാരെ അച്ഛന്മാരെയൊക്കെ വിളിച്ചിട്ട് ജാഥ, കുറേ അൽമായരെ വിളിച്ചിട്ട് ജാഥ, ടി വിയിലെങ്ങും ചർച്ച. ഇതൊക്കെ കൊണ്ട് ഒരു ക്രിമിനൽ കേസ് ജയിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് നിങ്ങളുടെ സഭയ്ക്കെതിരെ സിസ്റ്റർ ലൂസിയും സിസ്റ്റർ അനുപമയും ഒക്കെ കൂടെ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ നടത്തിയ ബഹളം ഓർമ്മയുണ്ടല്ലോ, എത്ര ദിവസത്തെ. അന്ന് നിങ്ങൾ വല്ലാതെ വിഷമിച്ചു. ഈ മീഡിയ ഓൺസ്ലോട്ട് കൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. ബട്ട് ആ ക്രിമിനൽ കേസ് ഫൈനലി കോട്ടയം അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഗോപകുമാറിൻ്റെ ബെഞ്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിധിയുണ്ട്, 283 പേജുള്ള വിധി. അതിൽ അദ്ദേഹം പറഞ്ഞു, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഇല്ലീഗൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പ്രായപൂർത്തിയായ സിസ്റ്റർ ലൂസി, പ്രായപൂർത്തിയായ ബിഷപ്പ് ഫ്രാങ്കോ, ഇവർ ഉഭയസമ്മതത്തോടെ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇത് കാനോൻ നിയമത്തിൻ്റെ ലംഘനമായിരിക്കാം, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞ 6-ാം പ്രമാണത്തിൻ്റെ ലംഘനമായിരിക്കാം, സഭയ്ക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കാം. ബട്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇല്ലീഗാലിറ്റി ഇല്ല. 283 പേജ് വരുന്ന ആ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹം അക്കമിട്ട് ഇവരുടെ ഈ ദുഷ്കൃത്യങ്ങൾ എടുത്തെഴുതി. അത് ദുഷ്കൃത്യങ്ങളാണോ അല്ലയോ എന്നുള്ളത് സഭ തീരുമാനിക്കട്ടെ, ഞാനതിൽ കമൻ്റൊന്നും ചെയ്യുന്നില്ല. ഇതാണ് മനുഷ്യാവസ്ഥ. അപ്പോൾ മനുഷ്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതുപോലത്തെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കാം, നടന്നുകൂടായികയില്ല. ഇതുപോലെ കൺവേർഷൻ നടക്കാം, നടന്നുകൂടായികയില്ല. കേരളത്തിൽ ഇപ്പോൾ കൺവേർഷൻ പ്രായേണ കുറവാണ്. ബട്ട് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എത്ര പേരുണ്ട് കേരളത്തിൽ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വാസുദേവൻ എന്നു പേരുള്ള ജോലി. ഇയാളെ തിരുവല്ലയാണ് ഇയാളുടെ വീട്. തിരുവല്ലയിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ വാസുദേവൻ ഇല്ല. ഒടുവിൽ ഡീപ്പായിട്ട് അന്വേഷിച്ച് കഴിയുമ്പോഴാണ് സെബാസ്റ്റ്യൻ എന്നാണ് ഇയാളുടെ പേര്. മനസ്സിലായി? റെക്കോർഡിൽ ഹിന്ദുവാണ്, വാസുദേവനാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വാസുദേവൻ. ബസ് കയറി തിരുവല്ലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾ സെബാസ്റ്റ്യൻ. തിരുവല്ലക്കാർക്ക് വാസുദേവൻ എന്ന ആളിനെ അറിയില്ല, തിരുവനന്തപുരത്തുകാർക്ക് സെബാസ്റ്റ്യൻ എന്ന ആളിനെ അറിയില്ല. എന്നാൽ രണ്ടാളും ഒന്ന് തന്നെ. ഇങ്ങനെ ഡബിൾ ലൈഫ് ജീവിക്കുന്ന എത്രായിരം ആൾക്കാരുണ്ട് കേരളത്തിൽ. കണ്ണ് തുറന്ന് കാത് തുറന്ന് നാലുപാടും അന്വേഷിച്ച് നോക്കുന്നേ. കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ വന്ന ഒരച്ഛൻ പറയുകയാണ്, അവർ റെക്കോർഡിൽ ഹിന്ദുവാണ്, കാരണം അവർ ക്രിസ്ത്യൻ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ആനുകൂല്യമൊക്കെ നഷ്ടപ്പെടുമല്ലോ, അതുകൊണ്ട് അവർ റെക്കോർഡിൽ ഹിന്ദുവായിട്ട് തന്നെ നിൽക്കുന്നു. ബട്ട് ആൾക്കാർ ക്രിസ്ത്യാനിയാണ്. ഇതൊരു പള്ളിയിലച്ഛൻ തുറന്ന് പറയുകയാണ് ടി വിയിലിരുന്നുകൊണ്ട്. ഇതിനർത്ഥം എന്താ? നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്നു എന്നല്ലേ? ഒരു വശത്ത് വനവാസിയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുക, കൂറ് ക്രൈസ്തവ സഭയോടായിരിക്കുക, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പള്ളിയിലച്ഛൻ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അദ്ദേഹം ഓർക്കാതെ ധരിച്ചുപോയി യാത്രയുടെ ഇടയ്ക്ക്. അദ്ദേഹം നിർത്താതെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ തടസ്സപ്പെടുത്താനൊന്നും പോയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ സഭ പോകുന്ന പോക്ക് നോക്ക്, പെൺകുട്ടികളുടെ പേര് നോക്ക്, രശ്മി, വീണ, ഇതുപോലത്തെ. ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ എന്നാൽ മതവുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ തർക്കിക്കാമെന്ന് അല്ല. അപ്പോൾ അന്ന് തന്നെ അദ്ദേഹം വേവലാതിപ്പെട്ടു. ഈ മേരിയില്ല, ആലീസില്ല, അച്ചാമ്മയില്ല, ഏലിയാമ്മയില്ല, ഇതൊക്കെ തീർന്നു പോകുന്നു. എന്നിട്ട് രശ്മി, വീണ, ഇതൊക്കെ കയറി വരുന്നു. അങ്ങനെ കയറി വന്ന 2 പേരുകളാണ് പ്രീതി, വന്ദന. പ്രീതി, മേരി എന്നുള്ളിടത്ത് മേരി നമ്മൾ മാറ്റിയെന്ന് വയ്ക്കുക. എല്ലാവരും ഹിന്ദു ആണെന്നല്ലേ പറയുള്ളൂ. പ്രീതി അത് ഹിന്ദു ആയിരിക്കും, വന്ദന അത് ഹിന്ദു ആയിരിക്കും. വന്ദന ഫ്രാൻസിസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ക്രിസ്ത്യാനിയാണ്. ഈ കന്യാസ്ത്രീകളുടെയും പേര് ഒരുപക്ഷെ വെറും പ്രീതിയെന്നും വന്ദനയെന്നേ കാണുള്ളൂ. ഇപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മേരിയും ഫ്രാൻസിസും ചേർത്തതായിരിക്കും. ഒറിജിനൽ ഇലക്ഷൻ ID കാർഡിലോ ആധാറിലോ ഉള്ള പേര് അല്ലല്ലോ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഫാദർ മാത്യു തെക്കേ വീട്ടിൽ എന്നാണ് ഫാദറിൻ്റെ പേര്. ID കാർഡോ ഇതോ റേഷൻ കാർഡോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ തെക്കേ വീട്ടിലുണ്ടാവില്ല. ടി മാത്യു എന്നായിരിക്കും, അല്ലെങ്കിൽ TU മാത്യു, ഉലഹന്നാൻ മകൻ മാത്യു, ഇതായിരിക്കും വരിക. തെക്കേ വീട് വരണമെന്നില്ല.
അപ്പോൾ ഇങ്ങനെ പേരുകൾ വെച്ചുള്ള കളി, അതിലൂടെ സട്ടിലായിട്ട് തങ്ങളുടെ മതം ഇങ്ങനെ കയറ്റി വിടുക. കേരളത്തിലെ ഏകദേശം 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ മേശയ്ക്കുള്ളിൽ ഒരു ബൈബിൾ ഉണ്ടാകും. ഒരുപാട് ഹോട്ടലുകളിൽ, എല്ലാത്തിലും ഇല്ല, ഒരുപാട് ഹോട്ടലുകൾ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ടാകും. ആരെ ഈ ബൈബിൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? ഞാനൊരു ഹോട്ടലിൽ ചോദിച്ചു, എന്താ ഈ പുസ്തകം ഇവിടെ ഇരിക്കുന്നത്? അത് സാറേ ഫ്രീ ആയിട്ട് അവർ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയതാണ്. ഞാൻ പറഞ്ഞു, ഇത് എടുത്തുകൊണ്ട് പോയിക്കോ. അതവിടെ ഇരുന്നോട്ടെ സാറേ, അത് ഡ്രോയ്ക്കുള്ളിലിരിക്കുകയല്ലേ മേശയുടെ. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഇറ്റ് ഈസ് ഡിസ്റ്റർബിങ് മീ. അല്ല സാറെന്താ ഈ കുരിശ് കണ്ട ചെകുത്താനെ പോലെ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ചെകുത്താനാണ്, കുരിശ് കാണുമ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ടാകും, ഈ പുസ്തകം എൻ്റെ മുറിയിൽ നിന്ന് എടുത്ത് മാറ്റണം. ഞാൻ കൊടുത്തു വിട്ടു. ഇതൊക്കെ കേരളത്തിൽ ഉള്ളതാണ്. ബട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേരളത്തിൽ. ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല, മറ്റ് ഭാഗങ്ങളിൽ അങ്ങനെയല്ല. ബ്ലേറ്റൻ്റായിട്ട് മതപരിവർത്തനം നടക്കും. നിങ്ങൾ ട്രെയിനിലിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു പടം അല്ലെങ്കിൽ ഒരു കുരിശ്, ഇതൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ ചേട്ടാ, ഒരു ഐശ്വര്യം. ചേട്ടന് നല്ലതേ വരുള്ളൂ, ഇതിരിക്കട്ടെ. रहने दो ना, क्या है आपका अच्छा होगा. അല്ല നിങ്ങൾ എന്നെ മതം മാറ്റാൻ, മതം മാറ്റാൻ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ചേട്ടൻ മതം മാറിയാലും മതം മാറിയില്ലെങ്കിലും യേശു ചേട്ടനെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ സൂചകമായിട്ട് ഇതൊന്ന് പോക്കറ്റിൽ വെച്ചു. ഇത്രയൊക്കെ നയപരമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോക്കറ്റിലിരിക്കട്ടെ, അവർ പോയി കഴിഞ്ഞിട്ട് എടുത്ത് കീറിക്കളയാം, അത്രയും നേരം ഇത് പോക്കറ്റിലിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വളരെ ചീപ്പ് ഏർപ്പാട് നടക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ. ട്രൈബൽ ആൾക്കാരാണ്, അവരെ പറഞ്ഞ് മാറ്റാൻ എളുപ്പമാണ്. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, വരുമാനമില്ല, പട്ടിണി, അതുകൊണ്ട് മതം മാറി, അതൊക്കെ വെറുതെ പറയുന്നതാണ്. യു ഗോ ടു ദ സൈറ്റ് ഓഫ് നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യ, അവരുടെ സൈറ്റിൽ പോവുക. ഇത്രയും കാലം ഈ മിഷണറിമാരെല്ലാം കിടന്ന് ബുദ്ധിമുട്ടിയിട്ട് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൻ്റെ 5% താഴെയുള്ള ആൾക്കാരെ മതം മാറ്റാൻ പറ്റിയിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയധികം പുലയനും പറയനും ഉള്ളാടനും ഈഴവനും ഒന്നും ഉണ്ടാവില്ലല്ലോ, ഇല്ല. പ്രോമിനൻ്റ് ക്രിസ്ത്യാനികൾ, സീറോ മലബാർ സഭയിലെ അല്ലെങ്കിൽ യാക്കോബായ, മാർത്തോമ, ഈ സഭയിലെയൊക്കെ സാധാരണ മനുഷ്യരെ നിങ്ങൾ കണ്ടു നോക്കും. അവരൊക്കെ നല്ല വെളുത്ത് തുടുത്തായിരിക്കുന്നത് അല്ലേ? ഏത് പുലയൻ മതം മാറിയതാ? ഏത് പുലയനാണ് മതം മാറിയത്? ലത്തീൻ സഭയിലൊഴിച്ച് കറുത്ത ക്രിസ്ത്യാനികളെ കാണാൻ പ്രയാസമാണ്. ഒന്നും ഒറ്റയൊക്കെ ഉണ്ടാവാം, ബട്ട് ജനറലി അവരെല്ലാം വെളുത്തവരാണ്. കാരണം അപ്പർ കാസ്റ്റാണല്ലോ ജനറലി. ഞാൻ ഈ നിറവ്യത്യാസം ഇട്ട് കളിക്കുകയൊന്നുമല്ല. ജനറലി നമുക്ക് ഒരാളെ തിരിച്ചറിയാൻ എന്ന് പറഞ്ഞാൽ കറുത്ത ആൾ താഴ്ന്ന ജാതി ഒന്നും ഞാൻ അംഗീകരിക്കുന്നൊന്നുമല്ല, പറയാനായിട്ട് തിരിച്ചറിയാനായിട്ട് പറയുകയാണ്. വെളുത്തവർ പ്രായേണ, എന്നാൽ കറുത്ത നമ്പൂതിരിയിലെ ഉണ്ട്, എണ്ണത്തിൽ കുറവാണ്. വെളുത്ത കത്രീനയിലെ ഉണ്ട്, എണ്ണത്തിൽ കുറവാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ നിറം കൊണ്ട് ഏകദേശം നമുക്ക് സംഭവിച്ചത് എന്താണ് ചരിത്രത്തിൽ എന്ന് മനസ്സിലാവും. ഷെഡ്യൂൾഡ് കാസ്റ്റിനെയോ ഷെഡ്യൂൾഡ് ട്രൈബിനെയോ OBCയോ അല്ല മതം മാറ്റിയിരിക്കുന്നത്. മതം മാറ്റിയിരിക്കുന്നത് ഫോർവേഡ് കാസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ജാതികളിൽ നിന്നാണ്. അതുകൊണ്ട് അതിന് ദാരിദ്ര്യവും അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ശതമാനം, എല്ലാവരും വേണമെന്നില്ല, ഒരു 85% ദരിദ്രവാസികൾ, അഷ്ടിക്ക് വകയില്ലാത്തവർ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഭവിച്ചവർ, ഇവരെല്ലാം സ്വർഗരാജ്യം തേടി അപ്പുറത്തേക്ക് പോകണ്ടേ? സ്വീകരിക്കാൻ ആളും ഉണ്ടായിരുന്നു, എന്താ പോകാൻ ഞാൻ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം നമ്പറുകളൊന്നും ഇറക്കരുത്. സത്യസന്ധമായിട്ട് പെരുമാറുക. കന്യാസ്ത്രീയാണെങ്കിലും പട്ടക്കാരനാണെങ്കിലും സന്യാസിയാണെങ്കിലും കുറ്റം ചെയ്താൽ നിയമദൃഷ്ടിയ എല്ലാവരും ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. അനാവശ്യമായ ബഹളം കൊണ്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല. മനസ്സിലായോ? കേരള BJP ഇതോടെ തകർന്നു പോകും. തകർന്നു പോകുമെങ്കിൽ ഇപ്പോൾ BJP എത്ര തകർച്ച കണ്ടതാണ്, എത്ര വർഷമായി. ഈ BJPയുടെ പ്രാങ്ങരൂപമായ ജനസംഘത്തിന് അരൂർ നിയോജകമണ്ഡലത്തിൽ 353 വോട്ട് എണ്ണിയതിന് ഞാൻ സാക്ഷിയാണ്. വെറും 353. അവിടെ നിന്ന് ഇത്രയും കയറി വന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ചിലയിടത്തൊക്കെ താമസിക്കും പൊളിറ്റിക്സ് വരാൻ, ഓക്കെ ഫൈൻ. ബട്ട് അത് വെച്ചിട്ട് ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയത് ഏറ്റവും ഹീനമായ പ്രചരണം നടത്തുന്നത് ഏഷ്യാനെറ്റാണ്.
ഇതല്ലാതെ വേറെ ഒരു വിഷയവും ഇല്ല എന്നുള്ള മട്ടിലാണ് ആ ചാനൽ പെരുമാറുന്നത്. മറ്റ് ചാനലുകളൊന്നും മോശമൊന്നുമല്ല, മനോരമ. എന്നാലും ഏഷ്യാനെറ്റിൻ്റെ ഒരു വാശി വല്ലാത്ത വാശിയായിട്ട് എനിക്ക് തോന്നുന്നു. അവർക്കതിനുള്ള ന്യായങ്ങളുണ്ടാകാം. ബട്ട് ദിസ് പൊളിറ്റിക്സ് ഈസ് നോട്ട് ഗോയിങ് ടു ലീഡ് യു എനിവെയർ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.